ഓക്കെ, നമുക്കിന്ന് ക്ലാസ് വേഗം തുടങ്ങാം കേട്ടോ. കുറച്ച് ലേറ്റ് ആയി പോയി. ആരും തന്നെ ജോയിൻ ചെയ്തിരുന്നില്ല എന്ന് ഓർത്തിട്ടായിരിക്കുമോ ജോയിൻ ചെയ്യാതിരിക്കുന്നത്. നമ്മള് ഓക്കെ, നമുക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാവേ, നോക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇനി എവിടെ വരെ നമ്മൾ നിർത്തിയേ? മിയാൻഡറിങ് ഓഫ് റിവേഴ്സ് നമ്മൾ കഴിഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ അന്നേരം പഠിക്കാനുള്ള സ്റ്റേജ് ഡിസ്ചാർജ് കർവിനെ കുറിച്ചാണ് അല്ലേ? ഇവിടെ തൊട്ടല്ലേ നമുക്ക് പഠിക്കാനല്ലേ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഓക്സ്ബോലേക്സ്, അതിന് ഓക്സ്ബോലേക്സിനെ കുറിച്ച് വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അടുത്ത ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു സ്റ്റേജ് ഡിസ്ചാർജ് കർവ്. ഇത് വേറൊരു ഇതുണ്ട്, നോക്കിയിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു, അപ്പൊ ഇത് തന്നെ പറയാം. സ്റ്റേജ് ഡിസ്ചാർജ് കർവിന്റെ വേറൊരു പേരാണ് റേറ്റിംഗ് കർവ് എന്ന് പറയുന്നത്. ആ വാക്കിൽ സ്റ്റേജ് ഡിസ്ചാർജ് കർവ്, അതായത് സ്റ്റേജും ഡിസ്ചാർജും തമ്മിലായിട്ട് വരയ്ക്കുന്ന കർവിനെയാണ് സ്റ്റേജ് ഡിസ്ചാർജ് കർവ് എന്ന് പറയുന്നത്. എന്താണ് ഈ സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഡെപ്ത് ഓഫ് വാട്ടർ. അതായത് ഡെപ്ത് ഓഫ് വാട്ടറും ഡിസ്ചാർജുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന കർവിനെയാണ് നമ്മൾ പറയാം സ്റ്റേജ് ഡിസ്ചാർജ് കർവ് എന്ന് പറയുന്നത്. അതിനകത്ത് ഡെപ്ത് വൈ ആക്സിസിലും ഡിസ്ചാർജ് എക്സ് ആക്സിസിലുമാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ഡെപ്തിലുള്ള ഡിസ്ചാർജ് നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റേജ് ഡിസ്ചാർജ് കർവ് എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റേജ് ഡിസ്ചാർജ് കർവ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രാഫ് വരക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഡേറ്റാസ് നമുക്ക് വേണം. അതായത് പല സ്റ്റേജിലുള്ള ഡിസ്ചാർജിന്റെ ഡേറ്റാസ് വേണം. മാത്രമല്ല മാക്സിമം, അതായത് റിവറിലെ അതായത് മാക്സിമം വാല്യൂ, ഡിസ്ചാർജിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂം വേണം. ഈ കർവിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റേജ് ഡിസ്ചാർജ് കർവ് എന്ന് പറയുന്നത്. ആക്ച്വലി അതായത് ഒരു പെർട്ടിക്കുലർ ഡെപ്തില് ഉള്ള സ്റ്റേജ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. പെർട്ടിക്കുലർ ഡെപ്തിലുള്ള വാട്ടറിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കർവിനെയാണ് സ്റ്റേജ് ഡിസ്ചാർജ് കർവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നോക്കി, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇസ് കളക്റ്റഡ് ഇനീഷ്യലി ഫോർ ഡിസ്ചാർജ് അറ്റ് വേരിയസ് സ്റ്റേജസ്. പല ഡെപ്തിലുള്ള ഡിസ്ചാർജിന്റെ ഡേറ്റ നമുക്ക് വേണം. മാത്രമല്ല the range of discharge data collected should be minimum and maximum flow in the river. ഒരു റിവറില് മാക്സിമം ഫ്ലോ ഉള്ളപ്പോഴും മിനിമം ഫ്ലോ ഉള്ളപ്പോഴും ഡിസ്ചാർജിന്റെ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യണം. ഇത് എന്തിനാണ്? ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡെപ്തില് എന്തോരം ഡിസ്ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന കർവിനെയാണ് സ്റ്റേജ് ഡിസ്ചാർജ് കർവ് എന്ന് പറയുന്നത്. അതാണ് ജസ്റ്റ് ഒരു ടോപ്പിക് നിങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ എടുക്കാനുള്ള ഒരു ടോപ്പിക്കാണ് റിവർ ട്രെയിനിങ് വർക്ക്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റിവർ ട്രെയിനിങ് വർക്ക് എന്ന് പറയുന്നത്? ഇറ്റ് ഇംപ്ലൈസ് വേരിയസ് മെഷേഴ്സ് അഡോപ്റ്റഡ് ഓൺ എ റിവർ ടു ഡയറക്റ്റ് ആൻഡ് ഗൈഡ് ദ റിവർ ഫ്ലോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയണേ? ഹലോ, സ്ക്രീൻ കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? പ്രസന്റേഷൻ കാണുന്നില്ല. ഇപ്പോഴാണോ കാണാത്തത്? ആദ്യം തൊട്ട് കാണുന്നുണ്ടായിരുന്നില്ലേ? ആദ്യം തൊട്ട് കാണുന്നില്ല. ഇല്ലേ? ഇല്ല, അയ്യോ, ഒന്ന് പറഞ്ഞുവിടായിരുന്നോ? ഇപ്പൊ കാണാമോ? കാണുന്നുണ്ടോ? ഹലോ, കാണാലോ അല്ലേ? സ്റ്റേജ് ഡിസ്ചാർജ് കർവ് കണ്ടായിരുന്നോ? കണ്ടില്ലായിരുന്നു.
ഇതാണ് നമ്മുടെ സ്റ്റേജ് ഡിസ്ചാർജ് കർവ് എന്ന് പറയുന്നത്. ഇതാണ് റേറ്റിംഗ് കർവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ്, അതായത് സ്റ്റേജും ഡിസ്ചാർജും വെച്ച് വരയ്ക്കുന്ന കർവിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റേജ് ഡിസ്ചാർജ് കർവ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റേജ് എന്ന് വെച്ചാൽ വാട്ടറിന്റെ ഡെപ്തിന്, അതായത് പെർട്ടിക്കുലർ ഡെപ്തിൽ എന്തോരം ഡിസ്ചാർജ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കർവാണ് സ്റ്റേജ് ഡിസ്ചാർജ് കർവ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസിൽ ഡിസ്ചാർജും വൈ ആക്സിസിൽ നമ്മൾ സ്റ്റേജ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടറും ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റേജ് ഡിസ്ചാർജ് കർവ് വരയ്ക്കാൻ വേണ്ടി മെയിൻ ആയിട്ട് എന്തൊക്കെ വേണം, കുറച്ച് ഡേറ്റാസ് വേണം. ആ ഡേറ്റ എന്ന് പറയുന്നത് വേരിയസ് സ്റ്റേജ്, അതായത് വേരിയസ് ഡെപ്തിലുള്ള റിവറിന്റെ ഫ്ലോയുടെ വേരിയസ് ഡെപ്തിലുള്ള ഡിസ്ചാർജുകൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. മാത്രമല്ല ആൻഡ് ദ റേഞ്ച് ഓഫ് ഡിസ്ചാർജ് ഡേറ്റ നമ്മൾ പല ഡെപ്തിലുള്ള ഡിസ്ചാർജ്, ഇന്ന ഡെപ്തിലുള്ള ഡിസ്ചാർജ്, അടുത്ത ഡെപ്തിലുള്ള ഡിസ്ചാർജ്, അങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. മാത്രമല്ല ഈ കളക്ട് ചെയ്ത് വെക്കുന്ന ഡേറ്റയ്ക്കകത്ത് നിർബന്ധമായിട്ടും ആ ഫ്ലോയിൽ ഉണ്ടായിരുന്ന മിനിമം ഡിസ്ചാർജിന്റെ ഡേറ്റയും ഉണ്ടായിരിക്കണം, മാക്സിമം ഡിസ്ചാർജിന്റെ ഡേറ്റയും ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു സ്റ്റേജ് ഡിസ്ചാർജ് കർവ് എന്തിനാണ്, അതായത് പെർട്ടിക്കുലർ ഡെപ്തില് എന്തോരം ഡിസ്ചാർജ് നടന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റേറ്റിംഗ് കർവ്, റേറ്റിംഗ് കർവിനെയാണ് നമ്മൾ പറയാ സ്റ്റേജ് ഡിസ്ചാർജ് കർവ്. ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് റിവർ ട്രെയിനിങ് വർക്ക് എന്ന് പറയുന്നത്. റിവർ ട്രെയിനിങ് വർക്ക്, various measures adopted on a river to direct and guide the river flow, to train and regulate the river bed, or to increase the lower water depth. ഒരു റിവറിനെ ഡയറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗൈഡൻസ്, ഒരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി, റിവറിന് ഒരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ബെഡിനെ റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷേഴ്സിനെയാണ് റിവർ ട്രെയിനിങ് വർക്ക് എന്ന് പറയാം. അതായത് വാക്കിൽ നിന്ന് മനസ്സിലാക്കുക, റിവർ ട്രെയിനിങ് വർക്ക്. ഒരു റിവറിനെ ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഒരു ഗൈഡൻസ് നമ്മൾ കൊടുക്കുകയാണ്. അതായത് ആ ഒരു ബെഡിക്കടെ ഫ്ലോ ചെയ്യാൻ വേണ്ടി, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ പറയുന്ന റിവർ ട്രെയിനിങ് വർക്ക് എന്ന്. അതായത് നമ്മൾ റിവറിനെയും അതിന്റെ റിവറിനെ നമ്മൾ ട്രെയിൻ ചെയ്യുവാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഇന്ന സ്ഥലത്തേക്കൂടെ പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്രയും ഡെപ്തിക്കൂടെ പോകാൻ പാടില്ല, അല്ലെങ്കിൽ ആ ബാങ്കിലേക്ക് കയറാൻ പാടില്ല. അതിനൊക്കെ വേണ്ടി നമ്മൾ റിവറിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ പറയാ റിവർ ട്രെയിനിങ് വർക്ക് എന്ന് പറയാം. എന്തിനാണ് നമ്മൾ ഈ റിവർ ട്രെയിനിങ് വർക്ക് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വലിയ വലിയ ഒഴുക്ക് വരുമ്പോൾ ഒരു കാരണവശാലും റിവറിന്റെ ബാങ്കുകളിൽ ഒരു രീതി അവിടെയുള്ള ആളുകൾക്കോ അവിടെയുള്ള കൾട്ടിവേഷനോ എഫക്ട് ചെയ്യാതെ ഈ ഫ്ലഡ് പ്രോപ്പറായിട്ട് സേഫ് ആയിട്ട് പോകുന്നതിന് വേണ്ടി, പിന്നെ ഈ ബാങ്കുകളൊന്നും ഇറോഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി, അതായത് മാത്രമല്ല ഈ നമ്മുടെ സെഡിമെന്റ്സും, നമ്മൾ പറഞ്ഞു ബെഡ് ലോഡിനെ കുറിച്ചും സസ്പെൻഡ് ലോഡുകളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ, അതൊക്കെ മാക്സിമം നല്ല രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതിന് വേണ്ടി. പിന്നെ നാവിഗേഷൻ, അതായത് ഈ വെള്ളം നമ്മൾ റിവർ പോകുമ്പോൾ ഈ സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒത്തിരി കയറി പോകുമ്പോൾ വാട്ടറിന്റെ ഡെപ്ത് അവിടെ കുറവായിരിക്കും. അപ്പൊ നാവിഗേഷൻ പർപ്പസ് അവിടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നാവിഗേഷൻ നടക്കണമെങ്കിൽ വാട്ടറിന്റെ ഡെപ്ത് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അവിടെ നാവിഗേഷൻ പർപ്പസ് നടക്കുകയുള്ളൂ. വാട്ടറിന്റെ ഡെപ്ത് കൂട്ടി അതിന്റെ വിഡ്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക് മെയിൻ ആയിട്ട് നടത്തണേ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ കാണാലോ? ആ, അപ്പൊ ഇതാണ് റിവറിനെ ട്രെയിൻ ചെയ്യിക്കുക. അതായത് ബെഡികൂടെ പോവാൻ വേണ്ടി റിവറിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ആ മെഷേഴ്സിനെയാണ് നമുക്ക് പറഞ്ഞ റിവർ ട്രെയിനിങ് വർക്ക് എന്ന് പറയാം. മെയിൻ ആയിട്ട് ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് ഹൈ വാട്ടർ ട്രെയിനിങ്, ലോ വാട്ടർ ട്രെയിനിങ്, മീൻ വാട്ടർ ട്രെയിനിങ്, ഇങ്ങനെയാണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഹൈ വാട്ടർ ട്രെയിനിങ്ങിന്റെ വേറൊരു പേരാണ് ട്രെയിനിങ് ഫോർ ഡിസ്ചാർജ്, ലോ വാട്ടർ ട്രെയിനിങ്ങിന്റെ വേറൊരു പേരാണ് ട്രെയിനിങ് ഫോർ ഡെപ്ത്, മീൻ വാട്ടർ ട്രെയിനിങ്ങിന്റെ വേറൊരു പേരാണ് ട്രെയിനിങ് ഫോർ സെഡിമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഹൈ വാട്ടർ ട്രെയിനിങ് എന്താന്ന് നമുക്ക് നോക്കാം. ഒരു റിവറിൽ സഫിഷ്യന്റ് ഏരിയ ഉണ്ടോ, അതായത് ഒരു ഫ്ലഡ് അതികൂടെ വന്നു കഴിഞ്ഞാൽ ആ റിവറിന് ഫുൾ ഫ്ലഡിനെ ക്യാരി ചെയ്യാൻ പാകത്തിനുള്ള ഏരിയ ഉണ്ടോ എന്ന് ട്രെയിൻ ചെയ്യിക്കുന്ന അതിനെയാണ് നമ്മൾ പറയാ ഹൈ വാട്ടർ ട്രെയിനിങ്. Sufficient and efficient cross-section area for the safe passage of maximum flood. ആ റിവർ it is trained for providing. അതായത് ഒരു റിവറിൽ കൂടെ ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുമുള്ള ഏരിയനെ നശിപ്പിക്കാണ്ട്, അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് ആ റിവറിന് ഫ്ലഡിനെ ക്യാരി ചെയ്യാനുള്ള സഫിഷ്യന്റ് ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ടോ അതിനു വേണ്ടി ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇതാണ് ഹൈ വാട്ടർ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി ലോ വാട്ടർ ട്രെയിനിങ്,
അപ്പൊ അതെന്തിനെ കണക്ട് ചെയ്തേക്കുന്ന ട്രെയിനിങ് ഫോർ ഡെപ്ത്. അതായത് ഇവിടെ വാട്ടറിന് ഡെപ്ത് കുറവായിരിക്കും, മീൻസ് ഇറ്റ് ഈസ് ട്രെയിൻ ഫോർ പ്രൊവൈഡിങ് സഫിഷ്യന്റ് ഡെപ്ത് ഫോർ നാവിഗേഷൻ ഡ്യൂറിംഗ് ലോ സ്റ്റേജസ് ഓഫ് ദ റിവർ. അതായത് ഞാൻ പറഞ്ഞു ഇവിടെ വാട്ടറിന്റെ ഡെപ്ത് കുറവാന്ന് വിചാരിക്കും, അപ്പൊ നമ്മൾ ട്രെയിനിങ് കൊടുക്കും. അതായത് ഡെപ്ത് ഇല്ലാത്ത സ്ഥലത്ത് വാട്ടർ ആണെങ്കിൽ നമ്മൾ നാവിഗേഷൻ പർപ്പസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പൊ ഡെപ്ത് കൂട്ടുന്നതിന് വേണ്ടി അതിന്റെ വിട്ട് കുറച്ച് അങ്ങനെ ട്രെയിൻ ചെയ്യിക്കുന്ന ആ ഇതിനെയാണ് പറയുന്നത് ലോ വാട്ടർ ട്രെയിനിങ്. അതായത് ഡെപ്ത് സഫിഷ്യന്റ്, ഒരു നാവിഗേഷൻ പർപ്പസിന് വേണ്ടി സഫിഷ്യന്റ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്യണം വേണ്ടേ, എന്നാൽ മാത്രമാണ് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടി റിവറിന്റെ വിട്ട് കുറച്ചിട്ട് ഡെപ്ത് കൂട്ടുന്ന ആ ട്രെയിനിങ് ഇതാണ് പറയുന്നത് ലോ വാട്ടർ ട്രെയിനിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് മീൻ വാട്ടർ ട്രെയിനിങ്, അതായത് ട്രെയിനിങ് ഫോർ സെഡിമെന്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. The river is trained to correct the configuration of river bed for efficient transport and also keep the channel in good shape. റിവർ ബെഡിനെ എങ്ങനെ കറക്റ്റ് ആയിട്ട് കോൺഫിഗറേഷൻ കൊടുക്കാം, അപ്പോൾ മാത്രമാണ് സെഡിമെന്റ്സിന്റെ അതായത് എഫക്റ്റീവ് ആയിട്ട് സെഡിമെന്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ട്രെയിനിങ്ങിനാണ് പറയുന്നത് മീൻ വാട്ടർ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതാണ് 3 ക്ലാസിഫിക്കേഷൻസ്: ഹൈ വാട്ടർ, ലോ വാട്ടർ, മീൻ വാട്ടർ ട്രെയിനിങ്. ഇനി നമുക്ക് റിവർ ട്രെയിനിങ് വർക്ക് നമ്മൾ 6 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണ്. മാർജിനൽ എംബാങ്ക്മെന്റ്സ് ഓർ ലെവീസ് എന്ന് പറയും, അല്ലെങ്കിൽ ലെവീസ് അങ്ങനെയാണ് പറയാം കേട്ടോ. ഗേറ്റ് ബാങ്ക് ഓർ ഗേറ്റ് ബണ്ട്, ഗ്രയോൺസ് ഓർ സ്പാർ, കട്ട് ഓഫ്, പിച്ചിങ് ഓഫ് ബാങ്ക്സ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്താണ് ഒരു മാർജിനൽ എംബാങ്ക്മെന്റ് അല്ലെങ്കിൽ ലെവീസ് എന്ന് പറയാം? ലെവീസ് ആർ the earthen embankment which are provided to confine the flood water of the river and constructed roughly parallel to the river rather than across the channel, thus prevent the spreading of flood beyond the marginal embankment. ഈ മാർജിനൽ എംബാങ്ക്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രേ ഷെയ്ഡിൽ കാണുന്ന കണ്ടോ, അതായത് ഇത് റിവറിന്റെ ഫ്ലോ ആണ്. ഇവിടെ സ്റ്റോൺ പിച്ചിങ് കൊടുത്തു, അതിന്റെ അപ്പുറം നിങ്ങൾ കണ്ടു കാണുന്നത് ഇതാണ്, ഈ ഗ്രേ കളറിൽ കൊടുത്തേക്കുന്നതാണ് മാർജിനൽ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കാണാം മിസ്സേ. അതിനെ നമ്മൾ മാർജ് ബണ്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ ലെവീസ് എന്ന് പറയും. അപ്പൊ സോയിൽ വെച്ചുകൊണ്ടുള്ള ബണ്ടിനെയാണ് നമ്മൾ പറയാ മാർജിനൽ എംബാങ്ക്മെന്റ് അല്ലെങ്കിൽ ലെവീസ് എന്ന് പറയണം. അതായത് ഒരു റിവറിൽ ഹൈ ഫ്ലോ വരുന്ന സമയത്ത് അതിനെ കൺഫൈൻ ചെയ്യാൻ വേണ്ടി ഈ റിവറിന് പാരലൽ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊവിഷനാണ്. ഈ റിവറിന് എപ്പോഴും ശ്രദ്ധിക്കുക, മാർജിനൽ ബണ്ട് അല്ലെങ്കിൽ ലെവീസ് എപ്പോഴും ഈ റിവർ ഫ്ലോയ്ക്ക് പാരലൽ ആയിട്ടാണ് കൊടുക്കുക. ഇത് കൊടുത്താൽ അതിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ വെള്ളം ചാടാതിരിക്കുകയും റിവർ അങ്ങോട്ട് കയറാതിരിക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ പറയുന്ന മാർജിനൽ എംബാങ്ക്മെന്റ്സ് ഓർ ലെവീസ് എന്ന് പറയും. എപ്പോഴും ഓർക്കുക, അത് റിവർ ഫ്ലോയിന് പാരലൽ ആയിട്ട് നമ്മൾ സൈഡ് കൊടുക്കുന്ന സാധനമാണ് മാർജിനൽ എംബാങ്ക്മെന്റ്. അത് ഒരു സോയിൽ കൊണ്ടുണ്ടാക്കുന്ന ബണ്ടാണ്, ഇത്ര സോയിലും കൊണ്ടുണ്ടാക്കുന്ന ബണ്ടാണ്. ഫ്ലഡ് വാട്ടർ ഒരു കാരണം വെച്ചാലും അതിന്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊവിഷനാണ് മാർജിനൽ. ഒരു മിനിറ്റ്. മാർജിനൽ എംബാങ്ക്മെന്റ്സ് അല്ലെങ്കിൽ ലെവീസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇതാണ് റിവർ ട്രെയിനിങ് വർക്ക്. റിവറിനെ ട്രെയിൻ ചെയ്യുന്ന വർക്കാണ് ഗൈഡ് ബാങ്ക് അല്ലെങ്കിൽ ഗൈഡ് ബണ്ട് എന്ന് പറയുന്നത്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗൈഡ് ഇൻ ദ സ്ട്രീം. ഒരു സ്ട്രക്ചറിന്റെ അടുത്ത് നമ്മളിപ്പോ മാർജിനൽ ബണ്ട് എങ്ങനെയാ, നമ്മൾ വലിയ റിവറിന് റിവറിന്റെ ഫ്ലോന് പാരലൽ ആയിട്ട് അങ്ങ് എത്തി നമ്മൾ ചെയ്യുന്നുണ്ട്, മാർജിനൽ ബണ്ട് എന്ന് പറയാം. ഗൈഡ് ബാങ്ക് അല്ലെങ്കിൽ ഗൈഡ് ബണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഹൈഡ്രോളിക് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മളൊരു ബ്രിഡ്ജ് പണിയുവാണെങ്കിൽ ആ ബ്രിഡ്ജിന്റെ അടുത്ത് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ്, അവിടെ മാത്രമേ നമ്മൾ ഇത് പണിയത്തുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിനെ നിയർ ആയിട്ട് പണിയുന്ന ഒരു ട്രെയിനിങ് വർക്കാണ് ഗൈഡ് ബാങ്ക് അല്ലെങ്കിൽ ഗൈഡ് ബണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സ്ട്രക്ചർ എപ്പോഴും ഓർക്കുക, ഒരു സ്ട്രക്ചറിന്റെ അടുത്താണ് ഈ ഗൈഡ് ബണ്ട്. നമ്മൾ റിവർ അവിടെയാണ് നമുക്കൊരു ഗൈഡൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കണ്ടെങ്കിൽ നമ്മൾ ഗൈഡ് ബണ്ടാണ് നമ്മൾ അവിടെ പണിയുന്നത്. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ റിവറിനെ റീസണബിൾ വിഡ്ത്തിലോട്ട് അതിനെ കൺഫൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ വിഡ്ത്ത് അവിടെ കൺഫൈൻ ചെയ്തെടുക്കും. ആക്ച്വലി ബെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഫസ്റ്റ് ഇത് ഡിസൈൻ ചെയ്തത്. ബെൽ ബണ്ട് എന്നാണ് ആദ്യമേ അത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം അത് മാറ്റി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ നമ്മുടെ മാർജിനൽ ബണ്ടിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണ്, ഹെവി എംബാങ്ക്മെന്റ് ആയിരിക്കും ഇതിനുള്ള ഗൈഡ് ബണ്ടിനുള്ളത്. കുറച്ചുകൂടെ ഹെവി എംബാങ്ക്മെന്റ് ആയിരിക്കും. നമ്മൾ ആ പടം കണ്ടാൽ മതി. ഏകദേശം
ഒരു ബെൽ മൗണ്ട്, അതായത് ഒരു ചാനലിന്റെ രണ്ട് സൈഡിലും നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി കൊടുക്കും ഈ ഗൈഡ് ബണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഗൈഡ് ബണ്ട് എന്ന് വെച്ചാൽ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക, ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് പണിയുവാണെങ്കിൽ ആ സ്ട്രക്ചറിന്റെ അടുത്ത് റിവറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ റിവറിനെ ഒരു കറക്റ്റ് വിഡ്ത്തിനകത്തേക്ക് അതിനെ കൺഫൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഗൈഡ് ബണ്ട് എന്ന് പറയുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ, ഇനി ഗ്രയോൺസ് ഓർ സ്പേഴ്സ് എന്നാണ് പറയണേ. ഇതിന്റെ പ്രത്യേകത നമ്മള് മാർജിനൽ ബണ്ട് എങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്, റിവറിന്റെ ഫ്ലോയിന് പാരലൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമായിരുന്നു മാർജിനൽ ബണ്ട് എന്ന് പറയാം. ഗ്രയോൺസ് ഓർ സ്പേഴ്സ് എന്ന് വെച്ചാൽ റിവറിന്റെ ഫ്ലോയ്ക്ക് ട്രാൻസ്വേഴ്സ് ആയിട്ട് നമ്മൾ ഈ കണ്ടോ ഇങ്ങനെ ട്രാൻസ്വേഴ്സ്, റിവറിന്റെ ഫ്ലോയ്ക്ക് ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ബാങ്കിൽ നിന്ന് റിവറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ. ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ റിവറിന്റെ ആ ബാങ്കില്ലേ, ബാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവർ ചാനലിന്റെ ഈ വൈഡ് ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വൈഡ് ആകുമ്പോൾ അതിന്റെ ഡെപ്ത് കുറവായിരിക്കും. അപ്പൊ അതിന്റെ ഡെപ്ത് കുറവായി നാവിഗേഷൻ പർപ്പസിന് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന്റെ ഡെപ്ത് കൂട്ടുന്നതിന് വേണ്ടി ഈ റിവറിന്റെ വിട്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ഫ്ലോയ്ക്ക് ട്രാൻസ്വേഴ്സ് ആയിട്ട് വെക്കുന്ന ഒരു ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനെയാണ് ഗ്രയോൺസ് ഓർ സ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ വേറൊരു പേരാണ് ഡൈക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡൈക്ക് എന്നാണ് ഇത് പറയുന്നത്. ഇനി ഇത് ഈ ഗ്രയോൺസ് തന്നെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ആൻഡ് മെറ്റീരിയലിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. സോറി ടോർണം. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെത്തേഡ് ആൻഡ് മെറ്റീരിയൽ. ഇംപെർമിയബിൾ ഗ്രയോൺസ് ഉണ്ട്, പെർമിയബിൾ ഗ്രയോൺസ് ഉണ്ട്. ആ മെത്തേഡും മെറ്റീരിയലും വെച്ചിട്ട്. എന്താണ് ഇംപെർമിയബിൾ? അതായത് ആ ഗ്രയോൺസിക്കടെ ഫ്ലോ കടത്തി വിടാത്ത ഇതിനെയാണ് നമ്മൾ ഇംപെർമിയബിൾ എന്ന് പറയുന്നത്. ഇതൊരു ഇംപെർമിയബിൾ ഗ്രയോണാ. ഇതിന്റെ ഉണ്ടാക്കിയിരിക്കുന്ന സാൻഡ്, ക്ലേ, ഗ്രാവലൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ കോർ പോർഷൻ, സെൻട്രൽ പോർഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോൺ പിച്ചിങ്സ്, കല്ലുകൾ ഇങ്ങനെ അടുക്കി സ്റ്റോൺ പിച്ചിങ്സ് കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 2:1 to 3:1 സ്ലോപ്പ് ആയിരിക്കും. ഫ്രണ്ട് സ്ലോപ്പ് 3:1 to 5:1. അത് മാത്രമല്ല, നമ്മൾ സൈഡിൽ പ്രൊട്ടക്ഷൻ കൊടുത്താൽ മാത്രം പോരാ, ഇതിന്റെ ബോട്ടം പോർഷനിലും നമ്മൾ ഈ സ്റ്റോൺ സ്ലിപ്പ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി അവിടെയും നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ വർക്ക് കൊടുക്കും. അതിന്റെ പേരാണ് ഏപ്രൺസ് എന്ന് പറയാം. അതായത് ഇംപെർമിയബിൾ എന്ന് വെച്ചാൽ ഇംപെർമിയബിൾ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അടുത്തതാണ് പെർമിയബിൾ. ഇതാണ് ഒരു പെർമിയബിൾ ഗ്രയോൺ എന്ന് പറയുന്നത്. എന്തായിരിക്കും അതിന്റെ അർത്ഥം? അതിന്റെ ഉള്ളിൽ ഈ ഗ്രയോൺസിന്റെ ഉള്ളിൽ ഗ്രയോൺസ് എപ്പോഴും ഓർക്കുക, റിവറിന്റെ ഫ്ലോയിന് ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പം എന്താണ് ഇതിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഫ്ലോ കടത്തി വിടും. ഓക്കെ, ദെറോസിവ് ആക്ഷൻ. അപ്പം ഈ അതിന്റെ ഉള്ളിൽ കടത്ത സ്ലോ അതിന്റെ വെലോസിറ്റി ഇത് കുറച്ച് അതിന്റെ ഉള്ളിൽ കടത്തി വിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇറോസീവ് ആക്ഷൻ വളരെ കുറവായിരിക്കും. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ വെലോസിറ്റി കുറയുന്നത് കൊണ്ട് ഇതിന്റെ ഉള്ളിൽ കടത്തി വിടുന്നുണ്ടല്ലോ, വെലോസിറ്റി കുറയുന്നതുകൊണ്ട് അവിടെ സെഡിമെന്റ് ഡെപ്പോസിറ്റ്സിന് കാരണമാവും. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ചീപ്പാണ്. ഇതൊക്കെയാണ്, ചീപ്പാണ്, പെർഫോമൻസ് കൂടുതലാണ്, വലിയ റിക്വേർഡ് ലേബേഴ്സ് ഒന്നും ഭയങ്കര ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര നല്ല ഹൈ പ്രഷറുള്ള ഇതൊക്കെ റെസിസ്റ്റ് ചെയ്യല് കുറവായിരിക്കും. ഇനി നമ്മൾ പെർമിയബിൾ ഗ്രയോൺസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി കേട്ടോ. നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുവാണ്. ട്രീ ഗ്രയോൺസ് എന്നും പൈൽ ഗ്രയോൺസ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്താണ് ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കുക? ട്രീ ഗ്രയോൺ അതായത് ഒരു ട്രീ തന്നെയാണ്. അപ്പൊ നമ്മള് ഈ ട്രാൻസ്വേഴ്സ്, അതായത് റിവറിന്റെ ഫ്ലോയ്ക്ക് ഇത് ട്രാൻസ്വേഴ്സ് ആയിട്ട് നമ്മള് നിറച്ചിടുന്ന പ്രോസസ്സിന് ട്രീ ഗ്രയോൺസ് എന്ന് പറയുന്നത്. ദ ട്രീ ഷുഡ് ബി വെരി ലീഫി ആൻഡ് വിത്ത് മെനി ബ്രൈറ്റ്. ട്രീയുടെ പ്രത്യേകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ലീഫ് ഉണ്ടായിരിക്കണം, ഒരുപാട് ബ്രാഞ്ചസും ഉണ്ടായിരിക്കണം. നമ്മളിങ്ങനെ കടത്തി വിടുമ്പോൾ എന്താ പ്രയോജനം? എന്താ, അതിൽ പോകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി കുറയുകയും സെഡിമെന്റേഷൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ ആ സൈഡിലേക്കുള്ള ഇറോസീവ് ആക്ഷൻസ് ഭയങ്കരമായിട്ട് കുറവാകുന്നു.
ഇതാണ് പൈൽ ഗ്രയോൺ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, RCC പൈലോ ഷീറ്റ്സോ വെച്ചിട്ടാണ് നമ്മൾ ഈ പൈൽ ഗ്രയോൺസ് ചെയ്യുന്നത്. നമ്മൾ 9 മീറ്റർ ഡെപ്തിലാണ് അത് ഡ്രിവൺ ചെയ്യുന്നത്. നമ്മൾ പല പല വേർട്ടിക്കൽ 2-3 റോസ് ആയിട്ടാണ് ഇതിനെ നമ്മൾ ഈ പൈൽസ് നമ്മൾ ഇത് ചെയ്യുന്നത്. അത് നമ്മളുള്ള ഇതെന്ന് പറഞ്ഞാൽ 2 to 3 മീറ്റർ സ്പേസിങ് കൊടുക്കണം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ 1.5 മീറ്റർ ബിലോ ഇന്റർമീഡിയറ്റ്സ് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കൊടുക്കാം. ഓൾട്ടർനേറ്റ് ലേയേഴ്സ് ബ്രഷ് വുഡോ സ്റ്റോണൊക്കെ ഓൾട്ടർനേറ്റ് ലേയേഴ്സ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാം. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അടുത്തതാണ് ഹൈറ്റ് ഓഫ് ഗ്രയോൺസിന്റെ ഹൈറ്റ് വെച്ച് ഇത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇതൊന്നും അത്രയും ഇതിലേക്ക് ചെയ്യണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു മിനിറ്റ്. ഹൈറ്റ് ഓഫ് ഗ്രയോൺസിന്റെ ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുവാണ്. സബ്മേർജ്ഡ് ഗ്രയോൺസും ഉണ്ട്, നോൺ സബ്മേർജ്ഡ് ഗ്രയോൺസും ഉണ്ട്. എന്താണ് ആദ്യത്തെ കാണുന്നതാണ് സബ്മേർജ്ഡ് ഗ്രയോൺസ് എന്ന് പറയുന്നത്. എന്താണ് സബ്മേർജ്ഡ് ഗ്രയോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാങ്കിൽ അതിന്റെ ഹൈറ്റ് കൂടുതലായിരിക്കും. റിവറിന്റെ അടുത്തേക്ക് പോകുന്തോറും അത് അതിന്റെ ഹൈറ്റ് കുറഞ്ഞ് സബ്മേർജ് പൊസിഷനിൽ വരുന്നതിനെയാണ് സബ്മേർജ്ഡ് ഗ്രയോൺസ് എന്ന് പറയുക. എന്തായിരിക്കും നോൺ സബ്മേർജ്ഡ് ഗ്രയോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് അതൊരു ഇംപെർമിയൽ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നോൺ സബ്മേർജ്ഡ്, അത് സബ്മേർജ് ചെയ്തിട്ടില്ല. എന്താണോ ബാങ്കിലുള്ള വലിയ ഹൈറ്റ് ആ സെയിം ഹൈറ്റ് തന്നെയായിരിക്കും റിവറിലേക്ക് എത്തുമ്പോഴും. അതാണ് നോൺ സബ്മേർജ്ഡ് ഗ്രയോൺസ് എന്ന് പറയുന്നത്. അയ്യോ തോരണം. ഒരു മിനിറ്റ്, ഇതിന്റെ ഉള്ളിൽ വേറെ ഒരെണ്ണം ആഡ് ചെയ്യാനുണ്ട്. ട്രാക്ടിങ് ഗ്രയോൺസ് വെച്ചിട്ടില്ലല്ലോ. ഒരു സെക്കൻഡ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ. ആ അപ്പൊ നമ്മൾ ഗ്രയോൺസിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ മറ്റു പറഞ്ഞേക്കാളും കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ്. അട്രാക്ടിങ് ഗ്രയോൺസ് ഉണ്ട്. അത് ഫസ്റ്റ് നമുക്ക് അട്രാക്ടിങ് ഗ്രയോൺസ് ഉണ്ട്, റിപ്പല്ലിംഗ് ഗ്രയോൺസ് ഉണ്ട്, ഡിപ്ലീറ്റിംഗ് സെഗ്മെന്റ്സ്, അങ്ങനെ 3-4 ഗ്രയോൺസ് ഉണ്ട്. എന്താണ് അട്രാക്ടിങ് ഗ്രയോൺസ് എന്ന് പറയാം. ഇത് നമ്മൾ നോക്കുക. അതായത് നമ്മൾ
ഈ കർവ് ഇത് ഇല പോലെ വരച്ചേക്കുന്നതാണ് കേട്ടോ ക്രയോൺസ് എന്ന് പറഞ്ഞ. അതിന്റെ ടോപ്പ് കണ്ടോ, അത് നമ്മൾ ഹെഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ അട്രാക്റ്റിംഗ് ക്രയോൺസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഈ ആരോ കാട്ടിയേക്കുന്ന റിവർ ആണ്. ഇത് ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു ക്രയോൺസ് എന്ന് വെച്ചാൽ എന്താ, റിവറിന്റെ ഫ്ലോയ്ക്ക് ട്രാൻസ്വേഴ്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു റിവർ ട്രെയിനിങ് വർക്കാണ് ക്രയോൺസ് എന്ന് പറയാം. അട്രാക്റ്റിംഗ് ക്രയോൺസിന്റെ പ്രത്യേകത എന്താ, ഇതിന്റെ പ്രത്യേകത എന്താ, അതൊരു ബാങ്കിന് ഒരു 45 തൊട്ട് 60 ഡിഗ്രി ആംഗിളിലാണ് നമ്മളത് കൊടുക്കുക. ഇതിന്റെ ആ ഹെഡ് ഞാൻ പറഞ്ഞ ആ ഇല പോലെ ഇരിക്കുന്നതിന്റെ ഹെഡ് എന്ന് പറയുന്നത് അതാണ് ക്രയോൺസ് എന്ന് പറയാ. അതിന്റെ ഹെഡ് എപ്പോഴും ഡൗൺ സ്ട്രീമിനകത്തേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അല്ലേ, അപ്സ്ട്രീം സൈഡിൽ നിന്ന് വെള്ളം വരുന്നു, അത് ഡൗൺ സ്ട്രീമിനകത്തേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ അപ്സ്ട്രീം സൈഡിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ പോയി മേളിക്കടെ പോയി അങ്ങനെ പോവാണ് ചെയ്യുന്നത് അല്ലെ നമ്മുടെ. അത് എന്തിനു ചിലപ്പോൾ നമ്മൾ എന്തിനാ ഈ ക്രയോൺസ് അവിടെ കൺസിഡർ, ചിലപ്പോൾ ആ പോർഷൻ, അതായത് ആ ഡൗൺ സ്ട്രീം പോർഷന്റെ അവിടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്രയോൺസ് നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും. It is inclined towards the water flow will attract towards the bank, will attract to which on crayons is located. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ വാട്ടർ വന്ന് ഹൈ വെലോസിറ്റിയിലായിരിക്കും ഈ അപ്സ്ട്രീം ഈ ഗ്രയോണ്ട് ഈ അപ്സ്ട്രീം സൈഡിൽ ഇടിക്കുന്നത്. അപ്പം അതിന് അതുകൊണ്ട് ഈ അപ്സ്ട്രീം സൈഡിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ നിർബന്ധമായിട്ടും വേണം. അല്ലെങ്കിൽ ഈ ഹൈ വെലോസിറ്റിയിൽ ഈ ലീഫിന്റെ അപ്സ്ട്രീം സൈഡിൽ വന്ന് ഇരിക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ നിന്ന് സോയിൽ ഇളകി പോവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ സ്റ്റോൺ പിച്ചിങ്സും അങ്ങനെ പ്രൊട്ടക്ഷൻ വർക്ക് നല്ല കാര്യമായിട്ട് കൊടുക്കണം. ഇതാണ് അട്രാക്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അട്രാക്ഷൻ കൺസ്ട്രക്ഷൻ സച്ച് വിത്ത് ഹെഡ് ഈസ് പോയിന്റിംഗ് ടുവേർഡ്സ് ദ ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് ദ റിവർ. അതായത് റിവറിന് ഡൗൺ സ്ട്രീം സൈഡിലേക്കാണ് അതിന്റെ ഹെഡ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അത് 45 to 60 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ അപ്സ്ട്രീം സൈഡിലുള്ള വെള്ളം ഇതിന്റെ നമ്മുടെ ഇത് ഗ്രയോന്റെ അപ്സ്ട്രീം സൈഡിൽ വന്ന് ഇടിച്ച് ഹൈ വെലോസിറ്റിയിൽ വന്ന് ഇടിക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഇറോസീവ് ആക്ഷൻ കൂടുതലാണ്. അവിടുന്ന് കുറെ പ്രൊട്ടക്ഷൻ വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇത് ചിലപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്, ചിലപ്പോൾ നമുക്ക് അതിന്റെ ആ ഭാഗത്ത് നമുക്ക് വിട്ട് കുറയ്ക്കണം അല്ലെ, വിട്ട് കുറയ്ക്കണേ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്താൽ പിന്നെ അത്രയും ഭാഗത്ത് ഇത്രയും ഭാഗത്ത് നമുക്ക് വിട്ട് കുറയ്ക്കണം എന്ന് വിചാരിക്കുക. അതായത് ഇത്രയും ഭാഗത്ത് നമുക്ക് വിട്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ട് കുറയണം. നമ്മൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇത്രയും ഭാഗത്തേക്ക് വെള്ളം പോകത്തില്ല അല്ലെ. അതിനൊക്കെ വേണ്ടി അതാണ് അട്രാക്റ്റിംഗ് ക്രയോൺസ് എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ ആ പടത്തിൽ നിന്ന് ഡിഫറെന്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഇതാണ് റിപ്പല്ലിംഗ് ക്രയോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ മറ്റത് എങ്ങനെയായിരുന്നു, 45 to 60 ഡിഗ്രി ആംഗിൾ നമ്മൾ ഡൗൺ സൈഡിലേക്കാണ് പോയിന്റ് ചെയ്തിരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റിപ്പല്ലിംഗ് ആണ്. ഇതിന്റെ അപ്സ്ട്രീം സൈഡിലേക്ക് 60 തൊട്ട് 80 ഡിഗ്രി വരെയാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ വാട്ടർ ഫ്ലോനെ റിപ്പൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ റിപ്പൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഹെഡ് പോർഷനിലോട്ട് വാട്ടർ അറ്റാക്ക് വരുന്നു. സോ അവിടെയും എന്ത് സംഭവം, ഇവിടെ നമ്മുടെ മറ്റേതിന്റെ എന്തായിരുന്നു, അപ്സ്ട്രീം സൈഡിലേക്കായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. ഇവിടെ എന്താണ്, ഹെഡിനകത്തേക്കാണ് വെള്ളം വന്ന് വേഗം ഇടിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഹെഡ് എപ്പോഴും എന്ത് ചെയ്യണം, ഒരു പ്രൊട്ടക്ഷൻ, ഹെഡിനായിരിക്കും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. മാത്രമല്ല ഈ അവിടെ എത്തുമ്പോൾ വെലോസിറ്റി കുറയുന്നതിന്റെ ഫലമായിട്ട് ആ അപ്സ്ട്രീം സൈഡ് സ്റ്റിൽ പോക്കറ്റ്സ് കണ്ടോ, അവിടെ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അതായത് ദേ റിപ്പൽ ദ വാട്ടർ ഫ്ലോ ടുവേർഡ്സ് ബാങ്ക്, അതായത് വാട്ടർ ഫ്ലോനെ റിപ്പൽ ചെയ്ത് കളയുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ റിപ്പലിംഗ് ക്രയോൺസ് എന്ന് പറയുന്നത്. ഇതാണ് ഡിഫ്ലക്റ്റിംഗ് ക്രയോൺസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ്, നമ്മൾ ആംഗിളിലൊന്നും അല്ല കൊടുക്കുക, ഒരു 90 ഡിഗ്രി, അതായത് നമ്മൾ ഇൻക്ലിനേഷനിലൊന്നും അല്ല കൊടുക്കുക, പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിലാണ് കൊടുക്കുന്നത് അല്ലെ. അതായത് ഫ്ലോ ജസ്റ്റ് ഡിഫ്ലക്റ്റ് ആയി പോകും ഉള്ളൂ. ബാങ്കിന് ഒരു എഫക്റ്റും ഉണ്ടാവില്ല, ജസ്റ്റ് ഫ്ലോയിങ് ഡിഫ്ലക്ട് ചെയ്ത് പോകും. അല്ലാതെ ഇത് ബാങ്കുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അല്ലെ. അവിടെ ഡെപ്പോസിഷനും നടക്കില്ല, പയ്യെ ഒരു ഡിഫ്ലക്ഷൻ ചെയ്ത് പോകും. അതാണ് ഡിഫ്ലക്റ്റിംഗ് ക്രയോൺസ് എന്ന് പറയാം. അടുത്താണ് സെഡിമെന്റ് ക്രയോൺസ് എന്ന് പറയുന്നത്. അത് എന്തിനായിരിക്കും, ഇവിടെ അട്രാക്ഷനോ റിഫ്ലക്ഷനോ ഒന്നുമില്ല അല്ലെ. ഇത് കൊടുക്കുന്നതുകൊണ്ട് വെലോസിറ്റി, നമ്മൾ ഈ സെഡിമെന്റ് ക്രയോൺസ് കൊടുക്കുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു, അവിടെ വെലോസിറ്റി കുറയുകയും അവിടെ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ ഡിഫ്ലക്ഷൻ ഇല്ല, റിപ്പല്ലിംഗ് ഒന്നുമില്ല.
അത് ജസ്റ്റ് അവർ എന്താ ചെയ്യുന്നത്, അവിടെ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യും. അവിടെയുള്ള സ്ട്രീം, നമ്മൾ ഈ സെഡിമെന്റ് ഗ്രയോൺസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ഫലമായിട്ട് അവിടെയുള്ള സ്ട്രീമിന്റെ വെലോസിറ്റി കുറയുകയും അവിടെ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനെയാണ് സെഡിമെന്റ് ഗ്രയോൺസ് എന്ന് പറയുന്നത്. ഇതാണ് ഗ്രയോൺസ്. ഗ്രയോൺസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്താണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമ്മൾ മിയാൻഡറിങ് ഓഫ് റിവേഴ്സിന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു. നിങ്ങൾ ആ പടം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. നമ്മൾ ഓക്സ്ബോ ലേക്സ്, മിയാൻഡറിങ് ഓഫ് റിവേഴ്സ്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. നമ്മൾ മിയാൻഡറിങ് ഓഫ് ദ ലേക്സ്. അപ്പൊ ഞാൻ നോക്കി, നമ്മൾ ഈ ആദ്യത്തെ പടത്തിനകത്ത് ആ കേർവിന്റെ അവിടെ കുറച്ച് ഹാച്ച് ചെയ്തേക്കുന്ന ആ ബെൻഡിന്റെ അവിടെ. അപ്പൊ എന്താ അപ്പൊ നമ്മൾ ഈ കട്ട് ഓഫിന്റെ കാര്യം മെയിൻ ആയിട്ട് പറയുന്നത് മിയാൻഡറിങ് ഓഫ് ദ റിവേഴ്സിന്റെ കേസുകളിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതായത് നമ്മളൊരു ബെൻഡിക്കടെ ഒക്കെ ഫ്ലോ ഉണ്ടാവുമ്പോഴാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ ഹാച്ച് ചെയ്യുന്ന ഈ പോർഷനിൽ ഞാൻ ഇവിടെ 2 സ്ഥലം ഇങ്ങനെ ഹാച്ച് ചെയ്തേക്കുന്നുണ്ടോ, ഞാനല്ല അവിടെ ഹാച്ച് ചെയ്ത് കിടക്കുന്നത്. അവിടെ ഇറോഷന്റെ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അവിടെ ഇറോഡ് ചെയ്ത് പോയാൽ എന്ത് സംഭവിക്കും, അവിടെ ഇറോഷൻ ഉണ്ടാവും. ഈ ഓക്സ്ബോ ലേക്സിന്റെ ചാൻസ് വരും. അതായത് ഓക്സ്ബോ ലേക്സിൽ ഇതിന്റെ സെഡിമെന്റ് ഇവിടെ നിന്നെല്ലാം ഇതിന്റെ അപ്സ്ട്രീം സൈഡിൽ നിന്നെല്ലാം സെഡിമെന്റ്സ് ഇറോഷൻ ഉണ്ടായി സെഡിമെന്റ്സ് ക്യാരി ചെയ്യും. അപ്പൊ അതിന് ചുറ്റുമുള്ള ഏരിയയുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അവിടെ കൾട്ടിവേഷൻ ഉണ്ടോ, ഹ്യൂമൻ ലിവിങ് ഇതുണ്ടോ, അപ്പൊ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എന്ത് ചെയ്യും, നമ്മളൊരു കട്ട് ഓഫ്, ഈ 2 ബെൻഡിന്റെ ഇടയ്ക്ക് നമ്മളൊരു കട്ട് ഓഫ് ചാനൽ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ഓഫ് ചാനലിൽ കൂടെ ആയിരിക്കും പിന്നെ ഫ്യൂച്ചറിൽ വെള്ളം പോവുക. അപ്പൊ ഈ പോർഷൻ, ഈ കേർവ്ഡ് പോർഷൻ എന്ത് ചെയ്യും, കുറെ നാൾ കഴിയുമ്പോൾ അത് ഉണങ്ങി വരണ്ടിങ്ങ് പൊക്കോളും. അതിൽ കൂടെ വെള്ളം പോവാണ്ട് ഉണങ്ങി വരണ്ട് പോകും. അതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അടുത്തത് പിച്ചിങ്. മെയിൻ ആയിട്ട് ബാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ പിച്ചിങ് കൊടുത്തിരിക്കുന്നത്. പിച്ചിങ് നമ്മൾ 2 സൈഡിൽ കൊടുക്കും. മെയിൻ ആയിട്ട് ഒന്ന് സൈഡിൽ കൊടുക്കും. ബാങ്കിന്റെ സൈഡിൽ കൊടുക്കുന്ന പിച്ചിങ്ങിനെ നമ്മൾ സ്റ്റോൺ പിച്ചിങ് അല്ലെങ്കിൽ അതിനെ പിച്ചിങ് എന്നാ പറയാം, സ്റ്റോൺ പിച്ചിങ് എന്ന് പറയും. ഇനി അതിനെ ഹൊറിസോണ്ടൽ ആയിട്ട് അതിന് കൊടുക്കും നമ്മൾ ബാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. കാരണം സൈഡിൽ സ്റ്റോൺ പിച്ചിങ് വെച്ചാൽ സ്റ്റോൺ ഇങ്ങനെ പല സൈസിലുള്ള സ്റ്റോണുകൾ നമ്മൾ അടുക്കി വെക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ സ്റ്റോൺ പിച്ചിങ് എന്ന് പറയാ. അതുപോലെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് അതിന് കൊടുക്കും. അതിന്റെ പേരാണ് ഏപ്രൺസ് എന്ന് പറയാ. ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മുടെ ബാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കൊടുക്കുന്ന ഇതിനെയാണ് നമ്മൾ പറയാ ഏപ്രൺസ് എന്ന് പറയും. ഇതാണ് റിവർ ട്രെയിനിങ് വർക്ക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് റിവർ ട്രെയിനിങ് വർക്കിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി ഞാനൊരു സാധനം അയച്ചില്ല അല്ലെ, അക്യുഫറിന്റെ അയച്ചായിരുന്നോ? ഒരു സെക്കൻഡ്, എന്നാ പറഞ്ഞ അയക്കാൻ, ഒരു മിനിറ്റ്. അത് അയച്ചായിരുന്നു, ഞാൻ ആ കാര്യം വിട്ടുപോയി. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഗ്രൗണ്ട് വാട്ടർ. അടുത്ത പോർഷൻ ആണ് ഗ്രൗണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? കാണാം മിസ്സേ. ഓക്കെ. നമ്മൾ ഗ്രൗണ്ട് വാട്ടർ, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത് അല്ലെ. നമുക്കറിയാം, നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താ, നമുക്ക് മെയിൻ സോഴ്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്താ, precipitation ആണ് നമുക്കറിയാം. എന്നിട്ട് എന്ത് ചെയ്യും, ഈ precipitation എല്ലാം നമ്മളുടെ ഗ്രൗണ്ട് വാട്ടറിന്റെ നമ്മുടെ പോഴ്സിലും ക്രാക്സിലും ഇതൊക്കെ ഫില്ല് ചെയ്തിരിക്കും അല്ലെ. നമ്മളപ്പോ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ആണ്. നമ്മൾ ഈ ഗ്രൗണ്ട് വാട്ടറിന്റെ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ് മെയിൻ ആയിട്ട്. മെയിൻ ആയിട്ട് നമ്മൾ അത് ഞാൻ വേറെ പടം കാട്ടിത്തരാം കേട്ടോ. 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് സോൺ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, മണ്ണിന്റെ അടിയിലുള്ള വെള്ളത്തിനെ നമ്മൾ
subdivided into two, zone of aeration and zone of saturation. Zone of aeration and zone of saturation. And then again the zone of saturation, aeration is subdivided into soil water zone, intermediate zone and capillary fringe. Okay, എന്താ ഞാൻ കാട്ടിത്തരാം പറഞ്ഞ അടുത്തൊരു ഫിഗറിനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഇനി അതായത് അപ്പൊ നോക്കി, ഇതാണ് രണ്ട് പോർഷൻ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോൺ ഓഫ് എയറേഷൻ എന്നും ഈ മുകളിലത്തെ പോർഷൻ ആണ് സോൺ ഓഫ് എയറേഷൻ എന്ന് പറയാ. അതിനെ മൂന്നായി ഡിവൈഡ് ചെയ്യാണ് സോയിൽ വാട്ടർ സോൺ, ഇന്റർമീഡിയറ്റ് സോൺ, കാപ്പിലറി ഫ്രിഞ്ച് എന്ന് പറയാം. അതിനുശേഷം വാട്ടർ ടേബിൾ ഉണ്ട്, അതിന്റെ അടിയിലേക്കായിരിക്കും ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിനുള്ള പോർഷൻ ആണ് ഫുള്ളി സാച്ചുറേറ്റഡ് സോൺ എന്ന് പറയുന്നത്. ഇനി സോയിൽ വാട്ടർ സോണിന്റെ അവിടെ ആയിരിക്കും നമ്മുടെ ചെടികളൊക്കെ ഉള്ളത്. നമുക്ക് നോക്കാം. ഇനി എന്താണ് സോൺ ഓഫ് എയറേഷൻ എന്ന് പറയുന്നത്? അതിന്റെ പാർഷ്യലി ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് എയറും ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും. അങ്ങനെയുള്ള ആ സോണിനെ നമ്മൾ പറയാ സോൺ ഓഫ് എയറേഷൻ എന്ന് പറയാ. ഇനി ആ സോൺ ഓഫ് എയറേഷനകത്തുള്ള ഫസ്റ്റ് ഇതാണ് സോയിൽ വാട്ടർ സോൺ എന്ന് പറയുന്നത്. അതായത് ഗ്രൗണ്ട് സർഫസിന് തൊട്ട് താഴെയുള്ള ലെയറിനെയാണ് സോയിൽ വാട്ടർ സോൺ എന്ന് പറയുന്നത്. 1 തൊട്ട് 9 മീറ്റർ ഡെപ്ത് വരെ ഉണ്ടാവും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ വാട്ടർ സോണിലായിരിക്കും നമ്മുടെ ചെടികളുടെ റൂട്ട് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ചെടികളിൽ വളരണമെങ്കിലും അതിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നത് ഈ സോയിൽ വാട്ടർ സോൺ ആണ്. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പിറേഷൻ ലോസ്, ഇവാപ്പറേഷൻ ലോസും കാരണം കുറച്ച് വെള്ളം അവിടെ നഷ്ടപ്പെടും. സെക്കൻഡ് വൺ ഈസ് ഇന്റർമീഡിയറ്റ് സോൺ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് വഡോസ് സോൺ എന്ന് പറയും. നമ്മുടെ സോയിൽ വാട്ടർ സോണിന്റെ തൊട്ട് താഴെയുള്ള ലെയർ ആണ് ഇന്റർമീഡിയറ്റ് വഡോസ് സോൺ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെയുള്ള വെള്ളം നമ്മുടെ ചെടികൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. അതെന്ത് ചെയ്യും? അത് പയ്യെ ഗ്രാവിറ്റി, ഇന്റർമീഡിയറ്റ് സോണിലുള്ള വെള്ളം ഗ്രാവിറ്റി വഴി താഴത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത സോൺ ഓഫ് കാപ്പിലറി അല്ലെങ്കിൽ കാപ്പിലറി വാട്ടർ സോൺ എന്ന് പറയും, അല്ലെങ്കിൽ കാപ്പിലറി ഫ്രിഞ്ച് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ അതായത് നമുക്കറിയാം ഈ കാപ്പിലറി ഫ്രിഞ്ചിന്റെ തൊട്ട് താഴെയാണ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് അല്ലെ. എന്ത് പറയുന്നത്? കാപ്പിലറി ആക്ഷൻ വഴി 2 to 3 മീറ്റർ ഹൈറ്റിലേക്ക് എന്ത് ചെയ്യും? ഈ വെള്ളം താഴേന്ന് മുകളിലേക്ക് പൊങ്ങുകയാണ് ചെയ്യുന്നത്. അവിടെ അത് കാപ്പിലറി സോണിൽ പ്രത്യേകത എന്ന് വെച്ചാൽ വാട്ടർ ടേബിളിൽ നിന്ന് 2 to 3 മീറ്റർ ഹൈറ്റില് മുകളിലേക്ക് കാപ്പിലറി ആക്ഷൻ വഴി മുകളിലേക്ക് പോകും. അങ്ങനെയാണ് ഈ കാപ്പിലറി സോണിൽ വെള്ളം ഉണ്ടാവുന്നത്. നമുക്ക് ആ പടം ഒന്ന് കണ്ടിട്ടെ കേട്ടോ. ഇതാണ് ആ പടം എന്ന് പറഞ്ഞ. അപ്പൊ നമ്മള് രണ്ട് സോണായിട്ട് ഡിവൈഡ് ചെയ്യണം. സോൺ ഓഫ് എയറേഷൻ അല്ലെങ്കിൽ വഡോസ് വാട്ടർ സോൺ എന്ന് പറയും. അതിന്റെ അടിയിലാണ് സോൺ ഓഫ് സാച്ചുറേഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ സോൺ ഓർ റിയാക്റ്റീവ് വാട്ടർ സോൺ എന്നാണ് പറയുന്നത്. ഈ സോൺ ഓഫ് എയറേഷനെയും സോൺ ഓഫ് സാച്ചുറേഷനെയും ഡിവൈഡ് ചെയ്യുന്നത് വാട്ടർ ടേബിളിന്റെ അവിടെ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി സോൺ ഓഫ് എയറേഷൻ നമ്മൾ മൂന്നായിട്ട് അല്ലെങ്കിൽ വഡോസ് സോണിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. സോയിൽ വാട്ടർ സോൺ, ഇന്റർമീഡിയറ്റ് സോൺ, കാപ്പിലറി സോൺ. ഇനി വാട്ടർ ടേബിൾ അടിയിലുള്ളതാണ് സോൺ ഓഫ് സാച്ചുറേഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ സോൺ എന്ന് പറയും. സോൺ ഓഫ് എയറേഷന്റെ പ്രത്യേകത എന്താ? ആ സോണില് സോയിലിന്റെ പോഴ്സിനകത്ത് കുറെ വാട്ടറും കുറച്ച് എയറും അങ്ങനെയാണ് ഫിൽ ചെയ്തിരിക്കുക. സോൺ ഓഫ് സാച്ചുറേഷനിലെ എല്ലാ പോഴ്സിനകത്തും വെള്ളമാണ് ഫിൽ ചെയ്തിരിക്കുക. സോൺ ഓഫ് എയറേഷൻ നമ്മൾ again be classified into soil water zone, intermediate വഡോസ് സോൺ ആൻഡ് കാപ്പിലറി സോൺ. സോയിൽ വാട്ടർ സോണിൽ മനസ്സിലാക്കുക ചെടികളുള്ള നമ്മുടെ ഗ്രൗണ്ട് സർഫസിന്റെ തൊട്ട് താഴെയുള്ള സോണാണ് സോയിൽ വാട്ടർ സോൺ എന്ന് പറയാ. അവിടെ ആയിരിക്കും എന്തുള്ളത്? ചെടികളുടെ റൂട്ട് വെള്ളം വലിക്കുന്നത് ഈ സോയിൽ വാട്ടർ സോണിൽ നിന്നായിരിക്കും. 1 meter to 9 meter ഡെപ്ത് ആയിരിക്കും. ഇന്റർമീഡിയറ്റ് സോണിനകത്ത് അവിടെ വെള്ളം ഉണ്ടാവില്ല. അവിടെ ഉള്ള വെള്ളത്തെ എന്ത് ചെയ്യും? അത് ഗ്രാവിറ്റി വഴി താഴത്തേക്ക് പോകും. കാപ്പിലറി സോണിൽ എങ്ങനെയാ? വാട്ടർ ടേബിളിൽ നിന്നുള്ള വെള്ളം കാപ്പിലറി ആക്ഷൻ വഴി അത് കാപ്പിലറി സോൺ അല്ലെങ്കിൽ കാപ്പിലറി ഫ്രിഞ്ച് എന്നാണ് പറയുന്നത്, അങ്ങോട്ടേക്ക് പോകും. ഇനി നമ്മൾ പറഞ്ഞ ഗ്രൗണ്ട് വാട്ടർ സോൺ അല്ലെങ്കിൽ സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാ പോഴ്സും കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആയിരിക്കും. ഇനി നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് സാച്ചുറേറ്റഡ് ഓർ ജിയോളജിക്കൽ ഫോർമേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. All earth material that is from soil to rock has pores. These pores are filled with water. ഇതിനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കുകയാണ്. അക്വിഫർ, അക്വിറ്റാഡ്, അക്വിക്ലൂഡ്, അക്വിഫ്യൂജ് എന്നാണ് പറയുന്നത്. അക്വിഫർ, these are the geological formation which contain water that permit storage and transmission of water under ordinary field conditions. These are permeable. എന്താണ് ഒരു അക്വിഫർ എന്ന് വെച്ചാൽ? അതൊരു പെർമിയബിൾ ഫോർമേഷൻ ആണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ വെള്ളം സ്റ്റോർ ചെയ്യുകയും ഇതിന്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എക്സാമ്പിൾ സാൻഡ്, ഗ്രാവൽ, അവിടെ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് വെള്ളം ട്രാൻസ്മിറ്റ്, കാരണം അതിന്റെ ഹോൾസിൽ നിന്ന് ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ അക്വിഫറിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്: കൺഫൈൻഡ് അക്വിഫർ, അൺകൺഫൈൻഡ്, ലീക്കി അക്വിഫർ ആൻഡ് പേർച്ച്ഡ് അക്വിഫർ. ഇനി എന്താണ് കൺഫൈൻഡ്? അപ്പൊ ഓർക്കുക, അക്വിഫർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പെർമിയബിൾ ഫോം, ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്. അത് വെള്ളത്തെ സ്റ്റോർ ചെയ്യാനും സമ്മതിക്കും, കൊടുക്കാനും സമ്മതിക്കും. എന്താണ് കൺഫൈൻഡ് അക്വിഫർ, ഒരു അൺകൺഫൈൻഡ് അക്വിഫർ എന്താണെന്നാണ് നമുക്കിനി നോക്കാൻ പോണത്. എന്താണ് കൺഫൈൻഡ് എന്നാന്ന് പറയാം. ഓക്കെ, അതിന്റെ വേറൊരു പേരാണ് ആർട്ടീഷ്യൻ അക്വിഫർ എന്നോ പ്രഷർ അക്വിഫർ എന്നോ ആണ് പറയുന്നത്. It is sandwiched between two impermeable layers. It is known as confined aquifer. Confine, ആ വാക്കിൽ നിന്ന് കൺഫൈൻ ചെയ്തിരിക്കുക എന്ന് വെച്ചാൽ എന്താ? പ്രഷറൈസ് ചെയ്തിരിക്കുക. രണ്ട് ഇംപെർമിയബിൾ ലെയറിന്റെ ഇടയ്ക്കുള്ള അക്വിഫറിനെ നമ്മൾ പറയാ കൺഫൈൻഡ് അക്വിഫർ എന്ന് പറയാം. നമുക്ക് പടം ഒന്ന് കാണാം. നോക്ക്, ഇതാണ് ഈ പുള്ളിക്കുത്ത് പോലെ കാട്ടുന്നതാണ് കൺഫൈൻഡ് അക്വിഫർ എന്ന് പറയാ. അതിന്റെ മുകളില് ഒരു ഈ ഹാച്ച് ചെയ്തേക്കുന്ന ഒരു ഇംപെർമിയബിൾ ലെയർ ആണ്, അതിന്റെ അടിയിലും ഒരു ഇംപെർമിയബിൾ ലെയർ ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെയായിരിക്കും ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്നത്? നമുക്കറിയാം ഇവിടെ ഒരു റീചാർജ് ഏരിയ, ഈ കൺഫൈൻഡ് അക്വിഫറിൽ, അതായത് രണ്ട് റോക്ക് ലെയറിന്റെ ഇടയ്ക്ക് വെള്ളം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒരു ഹൈ പ്രഷറിലായിരിക്കും അല്ലെ, അവിടെയുള്ള വെള്ളം എന്ന് പറയുന്നത് ഹൈ പ്രഷറിലായിരിക്കും. എങ്ങനെയായിരിക്കും കൺഫൈൻഡ് ലെയറിലേക്ക് വെള്ളം കിട്ടുന്നത്? ഇവിടുത്തെ റീചാർജ് ചെയ്ത് കണ്ടോ, ഇതാണ് റീചാർജ്. ഏതെങ്കിലും ചെറിയൊരു പോർഷൻ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അങ്ങനെ ആ റീചാർജ് ഏരിയക്കടെ ആയിരിക്കും ഈ കൺഫൈൻ അക്വിഫറിനകത്തേക്ക് വെള്ളം വരുന്നത്. ഇവിടെയുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കിണർ കുഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രഷറിലായിരിക്കും അത് പുറത്തേക്ക് വെള്ളം വരുന്നത്. ഇനി എന്തായിരിക്കും അൺകൺഫൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ബോട്ടം ലെയർ മാത്രമേ ഇംപെർമിയബിൾ ലെയർ ഉള്ളൂ. അതിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ വാട്ടർ ടേബിളിന്റെ പ്രസൻസ് ആണ് ഉള്ളത്. അതാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ റീചാർജ് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് മഴ വരും. ഇതിന്റെ പ്രത്യേകിച്ച് ഇവിടെയുള്ള വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു ഒട്ടും പ്രഷറൈസ്ഡ് ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഹൈ പ്രഷറിലൊന്നും ആയിരിക്കത്തില്ല വെള്ളം അവിടുന്ന് പുറത്തേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ കിണർ കുഴിക്കുകയാണെങ്കിൽ അതിനെ വാട്ടർ ടേബിൾ വെല്ലെന്നും നമ്മൾ ഇതിനെ പറയും. അത് ഒന്നുകൂടെ വരച്ചു എന്നുള്ളൂ കേട്ടോ. അടുത്ത നമ്മളൊരു ഇതാണ് ലീക്കി അക്വിഫർ എന്ന് പറയുന്നത്. ആൻ അക്വിഫർ ഈസ് ഓവർലേഡ് ഓർ അണ്ടർലേഡ് ബൈ എ സെമി പെർമിബിൾ ജിയോളജിക്കൽ ലെയർ. ഇൻ ദാറ്റ് അക്വിഫർ ദ അപ്പർ ഓർ ലോവർ ലെയർ വിച്ച് കൺഫൈൻസ് അക്വിഫർ ഈസ് ഇൻ സെമി പെർമിബിൾ നേച്ചർ. അതായത് ഇറ്റ് ഈസ് ഓൾസോ നോൺ സെമി കൺഫൈൻഡ് അക്വിഫർ. There is a leakage water from semi-pervious layer. അപ്പൊ നമ്മൾ ആദ്യം ഇവർ വരച്ചിരിക്കുന്നത് കൺഫൈൻഡ് അക്വിഫർ ആണ്. അതായത് മുകളിലും ഒരു ഇംപെർവിയസ് ലെയർ ആണ്, താഴെ ഒരു ഇംപെർവിയസ് ലെയർ ആണ്. അതിന്റെ ഇടയ്ക്കുള്ള അക്വിഫർ ആണ് കൺഫൈൻഡ് അക്വിഫർ. എന്താണ് ലീക്കി അക്വിഫർ? ഒന്നെങ്കിൽ മുകളിലത്തെ ലെയർ ഒരു സെമി പെർമിയബിൾ ആയിരിക്കാം, അതിക്കടെ വെള്ളം താഴത്തേക്ക് വരും. അല്ലെങ്കിൽ ബോട്ടം എന്ന് പറയുന്നത് ഒരു സെമി പെർമിയബിൾ ആയിരിക്കാം, സെമി പെർവിയസ് ലെയർ ആയിരിക്കാം. അങ്ങനെയാണ് വെള്ളം ഇതിനെ നമ്മൾ വേറൊരു പേരാണ് സെമി കൺഫൈൻഡ് അക്വിഫർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീക്കി അക്വിഫറിനകത്ത് ലീക്ക് ചെയ്ത് വരും. അതായത് തൊട്ട് മുകളിലുള്ള ഇതിൽ നിന്നോ തൊട്ട് താഴെ നിന്നോ കാപ്പിലറി ആക്ഷൻ വഴിയോ മുകളിലേക്ക് കയറി വരും. അതിനാണ് നമ്മൾ ലീക്കി അക്വിഫർ എന്ന് പറയുന്നത്. അടുത്തൊരു അക്വിഫർ ആണ്. അപ്പൊ നമ്മൾ അക്വിഫറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കൺഫൈൻഡ്, അൺകൺഫൈൻഡ്, ലീക്കി അക്വിഫർ, പേർച്ച്ഡ് അക്വിഫർ. ഇതാണ് പേർച്ച്ഡ് അക്വിഫർ. ഒരു സോസർ ഷേപ്പിലുള്ള അക്വിഫറിനെയാണ് നമ്മൾ പറയാ പേർച്ച്ഡ് അക്വിഫർ എന്ന് പറയുന്നത്. ഈ അക്വിഫർ വാട്ടർ ടേബിളിന്റെ മുകളിൽ ഒരു സോസർ ഷേപ്പില് ആയിരിക്കും ഇരിക്കുന്നത്. അതായത് സോൺ ഓഫ് എയറേഷനകത്തായിരിക്കും ഈ അക്വിഫർ ഇരിക്കുക. ഒരു സോസർ ഷേപ്പിലായിരിക്കും. അതിന്റെ ഉള്ളിൽ കുറച്ച് എമൗണ്ട് വാട്ടർ അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ പേർച്ച്ഡ് അക്വിഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്. അപ്പൊ നമ്മൾ പറഞ്ഞ അക്വിഫർ എന്ന് വെച്ചാൽ ജിയോളജിക്കൽ ഫോർമേഷൻ, പെർവേസ് ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്. അത് വെള്ളത്തെ സ്റ്റോർ ചെയ്യാനും സമ്മതിക്കും, ട്രാൻസ്മിറ്റ് ചെയ്യാനും സമ്മതിക്കും. ഇനി അക്വിക്ലൂഡ്. അപ്പൊ കൺഫ്യൂസ്ഡ് ആയത് അക്വിക്ലൂഡ്. അപ്പൊ സി ആ വന്നേക്കുന്നത്. അപ്പൊ എന്റെ എക്സാമ്പിൾ ക്ലേ ആയിരിക്കും. ക്ലേയുടെ എന്താ നമുക്കറിയാം, ക്ലേയുടെ പ്രത്യേകം ഉള്ളിൽ വെള്ളം എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ വെള്ളം അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അതൊരു ഇംപെർമിയബിൾ ഫോർമേഷൻ ആണ്. പക്ഷെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും, ഒരിക്കലും അത് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അടുത്ത അക്വിഫ്യൂജ്, അത് ഗ്രാനൈറ്റ് ആണ്. ഇതും ഒരു ഇംപെർമിയബിൾ ഫോർമേഷൻ ആണ്. ഇതിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവത്തില്ല, അത് ട്രാൻസ്മിറ്റ് ചെയ്യത്തുമില്ല. അതാണ് അക്വിഫ്യൂജ്.
അക്യൂറ്റാഡ് എന്ന് വെച്ചാൽ സാൻഡി ക്ലേ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വെള്ളത്തെ സ്റ്റോർ ചെയ്യും, പക്ഷെ ഇത് വെൽസിന് പ്രോപ്പർ ആയിട്ട് കൊടുക്കത്തില്ല. ലാറ്ററൽ മൂവ്മെന്റ് സൈഡുകളിലേക്കായിരിക്കും മെയിൻ ആയിട്ട് വെള്ളം പ്രൊവൈഡ് ചെയ്യുക. അതാണ് അക്യൂറ്റാഡ് എന്ന് പറയുന്നത്. ഇവിടം വരെ മനസ്സിലായോ? മനസ്സിലായി. ഇനി നമ്മൾ അക്വിഫറിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അക്വിഫറിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടോ നേരത്തെ പോറോസിറ്റി? ഒരു മിനിറ്റ്, വേറൊരു ഇതും കൂടെ കാട്ടെ കേട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമുക്കറിയാം പ്രോപ്പർട്ടീസ്, അക്വിഫറിന്റെ പ്രോപ്പർട്ടീസിനകത്ത് കുറെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോണത്. എന്താണ് പോറോസിറ്റി? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എഫക്റ്റീവ് പോറോസിറ്റി എന്താ, സ്പെസിഫിക് ഈൽഡ് എന്താ, സ്പെസിഫിക് റീറ്റെൻഷൻ എന്താ, സ്പെസിഫിക് ഈൽഡ് സ്പെസിഫിക് റീറ്റെൻഷനും തമ്മിലുള്ള ബന്ധം എന്താ, പിന്നെ പെർമിയബിലിറ്റി ഓഫ് സോയിൽ എന്താ, ട്രാൻസ്മിസിബിലിറ്റി എന്താ, കപ്പാസിറ്റി കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്താ, ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ്, അക്വിഫറിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പോറോസിറ്റി ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പോറോസിറ്റി ആണ്. നമുക്കറിയാം പോറോസിറ്റി എന്ന് വെച്ചാൽ എന്താ, വോളിയം ഓഫ് വോയിഡ്സ് ടു ദ ടോട്ടൽ വോളിയം. അതാണ് എന്തോ ഒരു വോയിഡ്സ് ഉണ്ട്, എന്താ ടോട്ടൽ വോളിയം, അത് തമ്മിലുള്ള ഇതിനെയാണ്, റേഷ്യോനെയാണ് നമ്മൾ പറയുന്നത് പോറോസിറ്റി എന്ന്. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അടുത്തത് എഫക്റ്റീവ് പോറോസിറ്റി എന്ന് വെച്ചാൽ വെള്ളത്തെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതിനെയാണ്, ഫ്രാക്ഷനാണ് നമ്മൾ പറയുന്നത് എഫക്റ്റീവ് പോറോസിറ്റിന്ന്. പോറോസ് റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ എൻ ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്പെസിഫിക് ഈൽഡ് സ്പെസിഫിക് റീറ്റെൻഷൻ എന്ന് പറയുന്നത്. സ്പെസിഫിക് ഈൽഡ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് SY എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ ദാറ്റ് ഡ്രെയിൻസ് ഫ്രം ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് ഡ്യൂ ടു അട്രാക്ഷൻ ഓഫ് ഗ്രാവിറ്റി ടു ദ ടോട്ടൽ വോളിയം ഓഫ് സാച്ചുറേറ്റഡ് അക്വിഫർ. അതായത് സ്പെസിഫിക് ഈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റിയുടെ പ്രസൻസ് കാരണം എന്തോരം വെള്ളം ഡ്രെയിൻ ചെയ്തു ഡിവൈഡ് ബൈ
ടോട്ടൽ വോളിയം. ആ സാച്ചുറേറ്റഡ് അക്വിഫറിൽ എന്തോരം വോളിയം ഉണ്ട് അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഈൽഡ് എന്ന് പറയുന്നത്. അതായത് എന്തോരം ഗ്രാവിറ്റിയുടെ ഫോഴ്സ് കാരണം അവിടുന്ന് വെള്ളം ഡ്രെയിൻ ചെയ്തു ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സാച്ചുറേറ്റഡ് അക്വിഫർ. അതിനെയാണ് സ്പെസിഫിക് ഈൽഡ്. അതൊരു പ്രോപ്പർട്ടി ആണ്. SY എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. സ്പെസിഫിക് റീറ്റെൻഷൻ, ആ വാക്കിൽ നിന്ന് എന്താ റീറ്റെൻഷൻ എന്ന് വെച്ചാൽ റീറ്റെയിൻ ചെയ്യുക. അതായത് ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിക്ക് എഗനസ്റ്റ് ആയിട്ട് എന്തോരം വെള്ളം ആ അക്വിഫറിൽ റീറ്റെയിൻ ചെയ്തു, അതിനെയാണ് സ്പെസിഫിക് റീറ്റെൻഷൻ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ ഇറ്റ്സ് ഓൺ വോളിയം. അത് നമ്മൾ SR സ്പെസിഫിക് റീറ്റെൻഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് SR എന്താണ്, അതായത് വോളിയം ഓഫ് വാട്ടർ retain against the force of gravity, അതാണ് SVR divided by total volume into 100. ഇനി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ SR എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ പോറോസിറ്റിയും സ്പെസിഫിക് ഈൽഡും സ്പെസിഫിക് റീറ്റെൻഷനും പോറോസിറ്റിയും തമ്മിലുള്ള ഇക്വേഷൻ അതാണ് N. പോറോസിറ്റി ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഈൽഡ് പ്ലസ് സ്പെസിഫിക് റീറ്റെൻഷൻ. എന്തോരം അവിടെ ഇത് ചെയ്തു, എന്തോരം അവിടെ റീറ്റെയിൻ ചെയ്തു, അത് തമ്മിലുള്ള സമ്മാണ് പോറോസിറ്റി ആയിട്ട് പറയുന്നത്. അടുത്തത് ഫീൽഡ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് സോയിൽ മോയ്സ്ചർ ഓർ വാട്ടർ കണ്ടന്റ് ഹെൽഡ് ഇൻ സോയിൽ ആഫ്റ്റർ എക്സസ് വാട്ടർ ഹാസ് ഡ്രെയിൻഡ് അവേ. അതായത് സോയിലിനകത്ത് നമ്മുടെ നമ്മുടെ വാട്ടർ ഡ്രെയിൻ ചെയ്തതിന് ശേഷമുള്ള എന്തോരം മോയ്സ്ചർ അല്ലെങ്കിൽ എന്തോരം വാട്ടർ കണ്ടന്റ് ആ സോയിലുണ്ട്, അതിനെയാണ് നമ്മൾ ഫീൽഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്റ്റോറേജ് ബൈ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അടുത്തത് പെർമിയബിലിറ്റി ഓഫ് സോയിൽ. നമുക്കറിയാം വാട്ടർ സോയിൽ, അതായത് സോയിലിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. അതിനകത്ത് എന്താ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർസിക്കടെയും വോർഡ്സിക്കടെയും വാട്ടറിന് ഫ്ലോ ചെയ്യാൻ ഇതുള്ള എബിലിറ്റിനെയാണ് പറയുന്നത് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി നമ്മൾ ക്യാപിറ്റൽ K എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അത് നമ്മൾ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഓഫ് സോയിൽ. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിയുടെ വേറൊരു പേരാണ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ട്രാൻസ്മിസിറ്റി പടം കാട്ടിത്തരാം കേട്ടോ. കോഎഫിഷ്യന്റ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി? ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ എ വെർട്ടിക്കൽ സ്ട്രിപ്പ് ഓഫ് അക്വിഫർ ഓഫ് യൂണിറ്റ് വിഡ്ത്ത് ആൻഡ് എക്സ്റ്റെൻഡിങ് ദ full saturation height under unit hydraulic gradient. Coefficient of transmissibility T is equal to B into K. എന്താണ് coefficient of transmissibility എന്ന് പറയുന്നത്? It is the rate of flow of water through a vertical strip of aquifer of unit width and extending the full saturation height under unit hydraulic gradient. അതായത് ഈ പടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി അല്ലെങ്കിൽ T എന്താണെന്ന് മനസ്സിലാവും. T എന്ന് വെച്ച് കഴിഞ്ഞാൽ the volume of water flowing through vertical strip of aquifer of unit width. അതായത് ഇതാണ് ആ വലിയ ബ്ലൂ ഇട്ട് കാട്ടിയേക്കുന്ന കണ്ടോ, ഒരു അക്വിഫറിന്റെ യൂണിറ്റ് വിഡ്ത്തിലൂടെ പോകുന്ന വാട്ടറിന്റെ ഫ്ലോയുടെ റേറ്റിനെയാണ് നമ്മൾ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ T കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ അക്വിഫറിന്റെ ഫുൾ വിഡ്ത്ത് ഹൈറ്റിലും ഇത് ആ 1 മീറ്റർ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഓഫ് അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്, അതായത് എക്സ്റ്റെൻഡ് ഫുൾ സാച്ചുറേഷൻ ഹൈറ്റ്, ആ ഹൈറ്റ് ഫുൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതായത് കോഎഫിഷ്യന്റ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്വിഫറിന്റെ യൂണിറ്റ് വിഡ്ത്ത് അത് ഫുൾ ഹൈറ്റ് വരെ ആ യൂണിറ്റ് വിഡ്ത്ത് ആയിരിക്കണം. ആ യൂണിറ്റ് വിഡ്ത്തിലൂടെ വോളിയം ഓഫ് വാട്ടർ ഫ്ലോ ത്രൂ ദാറ്റ് യൂണിറ്റ് വിഡ്ത്ത് ഓഫ് ആൻ അക്വിഫർ അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. എന്റെ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റിൽ ആ യൂണിറ്റ് വിഡ്ത്തിലൂടെ പോകുന്ന വെള്ളത്തിന്റെ വോളിയം ഓഫ് വാട്ടറിന്റെ റേറ്റിനെയാണ് നമ്മൾ പറയുക കോഎഫിഷ്യന്റ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. അപ്പൊ എന്തായിരിക്കും ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി? ആ കുഞ്ഞു ബ്ലൂ കളറാണ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി. അതിന് നമ്മൾ ക്യാപിറ്റൽ K എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തായിരിക്കും ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് വിഡ്ത്ത് അല്ല, ഇവിടെ യൂണിറ്റ് ക്രോസ് സെക്ഷനിൽ ഒരു അക്വിഫറിന്റെ യൂണിറ്റ് ക്രോസ് സെക്ഷനിൽ പോകുന്ന വോളിയം ഓഫ് വാട്ടറിന്റെ ഫ്ലോ അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്, അതിനെയാണ് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്ന് പറയാം.
കോഎഫിഷ്യന്റ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പ്രത്യേകത എന്താ? ആ യൂണിറ്റ് ആ ഹൈറ്റ് മനസ്സിലായോ? യൂണിറ്റ് വിഡ്ത്തിക്കടെ ആയിരിക്കും പോവുക. കോഎഫിഷ്യന്റ് ഓഫ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റിയുടെ പ്രത്യേകത എന്താ? യൂണിറ്റ് ക്രോസ് സെക്ഷനിൽ പോകുന്ന വാട്ടറിന്റെ ഫ്ലോയുടെ വോളിയം ഓഫ് വാട്ടറിന്റെ റേറ്റിനാണ് നമ്മൾ പറയുക എന്ത് പറയാം? ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്ന് പറയാം. മനസ്സിലായോ? മനസ്സിലായി മിസ്സേ. അടുത്താണ് നമ്മളിത് നമുക്കറിയാവുന്ന കാര്യമാണ് ഡാർസീസ് ലോ എന്ന് പറയുന്നത്. എന്താണ് ഡാർസീസ് ലോ എന്ന് പറയുന്നത്? എന്ത് ഡിസ്ക്രൈബ് ചെയ്യാണ്? ദ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ത്രൂ എ പോറസ് മീഡിയം. ഒരു പോറസ് മീഡിയത്തിൽ പോകുന്ന ഫ്ലൂയിഡിന്റെ ഫ്ലോനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനെയാണ് ഡാർസീസ് ലോ എന്ന് പറയുന്നത്. ഹെൻറി ഡാർസി എന്ന് പറയുന്ന ആളാണ്, സയന്റിസ്റ്റ് ആണ്. 1856 ഈ ഡാർസീസ് ലോ ഫോർമുലേറ്റ് ചെയ്തത്. അതായത് ഇതിന്റെ ബെഡ് സാൻഡിന് മുകളിൽ കൂടെ പോകുന്ന വെള്ളത്തിന്റെ ഫ്ലോ ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഫ്ലോയിനെ കുറിച്ചുള്ള കുറെ എക്സ്പെരിമെന്റ്സ് നടത്തി അങ്ങനെയാണ് ഡാർസീസ് ലോ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ഡാർസീസ് ലോ പറഞ്ഞത്? ഫോർ ലാമിനാർ ഫ്ലോ ത്രൂ സാച്ചുറേഷൻ ഡിസ്ചാർജ് പെർ യൂണിറ്റ് ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ഡിസ്ചാർജ് പെർ യൂണിറ്റ് ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കുറെ അസംഷൻസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യമായിരിക്കാം. ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആയിരിക്കണം. ഫ്ലോ ഫോളോസ് എ ഡെഫിനിറ്റ് പാത്ത് ആൻഡ് ഡസ് നോട്ട് ക്രോസ് ദ പാത്ത് ഓഫ് അതർ പാർട്ടിക്കിൾസ്. Water and soil are incompressible. That is continuity equation is assumed to be valid. The soil is saturated. The flow is steady state. That is the flow condition do not change with the time. Then according to the law, velocity of flow through an aquifer is directly proportional to hydraulic gradient. നമ്മൾ എന്ത് ചെയ്തു? V is proportional. എന്താ ഡാർസീസ് ലോ പറഞ്ഞേക്കുന്നത്? എന്താ? ഒരു അക്വിഫറിൽ പോകുന്ന ഫ്ലോയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് പ്രൊപ്പോർഷണൽ ആണ്. അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടി നമ്മൾ K എന്ന അതായത് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം I is equal to H, that is the hydraulic gradient. V is equal to Q by A ആണ്. നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടും Q is equal to KIA എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതാണ് ഡാർസീസ് ലോ. ഡാർസീസ് ലോയുടെ ഒരു ഇത് ശ്രദ്ധിക്കണം വെച്ചാൽ ഫ്ലോ ലാമിനാർ ആയിരിക്കണം, സോയിലും വാട്ടറും ഇൻകംപ്രസിബിൾ ആയിരിക്കണം, സോയിൽ സാച്ചുറേറ്റഡ് ആയിരിക്കണം, ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റിലായിരിക്കണം. അതായത് ടൈം അനുസരിച്ച് ഫ്ലോയുടെ കണ്ടീഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ.
ഹലോ, ഞാനേ ഒരു ഇത് എടുത്തു വെക്കാൻ മറന്നുപോയി. അതായത് ഫോട്ടോ എടുത്തു വെക്കാൻ ഈ വെല്ലിന്റെ കാര്യം പറയാനായിരുന്നു. ഓക്കെ, അപ്പോൾ വെൽ നമ്മളിപ്പോൾ ഇനി പറയാൻ പോണ വെൽ ഹൈഡ്രോളിക്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറയാൻ പോണേ. വെൽ ഹൈഡ്രോളിക്സ് അതിനകത്ത് ഒരു പ്രിന്റ് എടുക്കാമോ എന്നൊന്ന് നോക്കട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് വെല്ലിനെ കുറിച്ചുള്ളതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, കാണാം. ആ, നമുക്കിനി വെല്ല് ജസ്റ്റ് ഇതെന്താന്ന് നമുക്ക് നോക്കാം. വെല്ലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാൻ പോണത്. നമുക്കറിയാം വെല്ല് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്, നമുക്കറിയാലോ. വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ശരിക്കും വെല്ല് എന്ന് വെച്ചാൽ എന്താ, ഡിഫൈൻ ആസ് ആൻ ഓപ്പണിംഗ് ഓർ ഹോൾ ഡഗ് ഓർ ഡ്രിൽ ഇൻ ടു ആൻ അക്വിഫർ വിത്ത് വ്യൂ ഓഫ് വിത്ഡ്രോയിങ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. അതായത് നമ്മൾ ഒരു ഹോള് അല്ലെങ്കിൽ നമ്മൾ ഒരു അക്വിഫറിനകത്ത് നമ്മൾ ഹോളോ ഡ്രില്ലോ കൊടുത്ത് അവിടെ നിന്ന് നമ്മൾ വെള്ളം എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ വെൽസ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ച് ടേംസ് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് കോൺ ഓഫ് ഡിപ്രഷൻ, കോൺ ഓഫ് ഇൻഫ്ലുവൻസ് എന്താ, ഡ്രോ ഡൗൺ എന്താ എന്നുള്ളതെല്ലാം. ഇനി കോൺ ഓഫ് ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെല്ലിൽ നിന്ന് നമ്മൾ കോൺ ഈസ് കോസ് ഡ്യൂ ടു ഹെവി പമ്പ്, അതായത് നമ്മളൊരു വെല്ലിൽ നിന്ന് നമ്മൾ പമ്പിങ് നടത്തുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒറിജിനൽ വാട്ടർ ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കുമല്ലോ. വാട്ടർ ടേബിൾ നിങ്ങൾ കണ്ടോ, വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞിങ്ങനെ ഹാച്ച് ചെയ്ത് പോയേക്കുന്ന കണ്ടോ, അതാണ് ഒറിജിനൽ വാട്ടർ ടേബിൾ എന്ന് പറയാ. എന്ത് സംഭവിച്ചു, നമ്മൾ വെള്ളം അടിയിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ഇൻവേർട്ടഡ് കോൺ, അതാണ് വാട്ടർ ഈ സൈഡ്. അതായത് നമുക്ക് പല രീതിയിലുള്ള വെൽസുകൾ ഉണ്ട് കേട്ടോ, നമുക്ക് പിന്നെ നമുക്ക് നോക്കാം.
അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെല്ലിൽ നിന്ന് നമ്മൾ ഹെവി ആയിട്ട് നമ്മൾ പമ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒറിജിനൽ വാട്ടർ ടേബിൾ എന്ത് കേർവ്ഡ് പോലെയാവും. കാരണം എന്താ, അതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പമ്പ് ചെയ്തെടുക്കുമ്പോൾ എന്ത് ചെയ്യും, അടിയിൽ നിന്നുള്ള വെള്ളം നോക്ക്, കണ്ടോ, ഇതാണ് കോൺ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ വെള്ളം അതിൽ നിന്ന് പമ്പ്, ഇതാണ് ഒറിജിനൽ ഡോട്ടഡ് ലൈൻ ആണ് ഒറിജിനൽ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ആ ഡോട്ടഡ് ലൈൻ ആണ്. എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഹൈ പ്രഷറിൽ നമ്മൾ വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ഒറിജിനൽ വാട്ടർ ടേബിൾ എന്ത് ചെയ്യും, കേർവ്ഡ് ഫോം, കേർവായി മാറും. കാരണം അടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോവല്ലേ, ആക്ച്വലി ഇൻ ദ ഫോം ഓഫ് ഒരു ഇൻവേർട്ടഡ് കോണിന്റെ ഫോമിലായി മാറുന്നു. ഈ കോണിനെയാണ് നമ്മൾ പറയുന്നത് കോൺ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് മേളിൽ നിന്ന് പമ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒറിജിനൽ വാട്ടർ ടേബിള് എന്ത് സംഭവിക്കും, ഒരു ഇൻവേർട്ടഡ് കോണിന്റെ ഇൻവേർട്ടഡ് ഷേപ്പിനേക്ക് മാറുന്നു. അതുകൊണ്ടാണ് ഇതിനെ കോൺ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ കേർവ്ഡ് സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്രോ ഡൗൺ കേർവ്. ആ വളഞ്ഞിരിക്കുന്ന ഇതില്ലേ, അത് നമ്മൾ ഡ്രോ ഡൗൺ കേർവ് എന്നാണ് പറയുന്നത്. ഡ്രോ ഡൗൺ കേർവ് എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മള് വെല്ല് നമ്മൾ എന്തിനാന്ന് മനസ്സിലായി, എന്താണ് വെല്ലെന്ന് മനസ്സിലായി. ഇനി എന്താണ് കോൺ ഓഫ് ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പമ്പിങ് നടത്തി കഴിയുമ്പോൾ ഒറിജിനൽ വാട്ടർ ടേബിൾ ഒരു കേർവ്ഡ് സർഫസ് ആയിട്ട് ഒരു ഇൻവേർട്ടഡ് കോൺ, കേർവ്ഡ് ആയി മാറുന്നു, ഒരു ഇൻവേർട്ടഡ് കോണിന്റെ ഷേപ്പില്. അതുകൊണ്ടാണ് അതിനെ കോൺ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ കേർവ്ഡ് സർഫസിന് നമ്മൾ ഡിപ്രഷൻ കേർവ് അല്ലെങ്കിൽ കോൺ ഓഫ് ഡിപ്രഷൻ എന്നോ ഡിപ്രഷൻ കേർവ് എന്നോ ആയിരിക്കും പറയുക. അടുത്തതാണ് അടുത്തതാണ് സോൺ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോൺ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലായി, നമ്മളൊരു വെല്ല് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൈഡ് ഒറിജിനൽ വാട്ടർ ടേബിളിൽ നിന്ന് ഇങ്ങനെ കേർവ് ചെയ്ത് കോൺ ഓഫ് ഡിപ്രഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു അല്ലെ. സോൺ ഓഫ് ഇൻഫ്ലുവൻസ്, ആ വാക്കിൽ നിന്ന് എന്താ മനസ്സിലായേ, ഇൻഫ്ലുവൻസ്, അത് എന്തോരം സ്ഥലത്തിൽ നിന്നാണ് വെള്ളം അതായത് എന്തോരം ഏരിയ വെള്ളം എന്തോരം ഏരിയയിൽ നിന്നാണ് വെള്ളം ഈ പമ്പിങ് കാരണം എഫക്റ്റ് ആയേക്കുന്നത്, അതിനെയാണ് പറഞ്ഞ സോൺ ഓഫ് ഇൻഫ്ലുവൻസ്. നോക്കി, അത്രയും ആ ബ്ലൂ ഷെയ്ഡ് കണ്ടേക്കുന്നുണ്ടോ, ആ അറ്റം തൊട്ട് ഈ അറ്റം വരെയാണ് സോൺ ഓഫ് ഇൻഫ്ലുവൻസ്. ഈ പമ്പിങ് കാരണം ഇൻഫ്ലുവൻസ്ഡ് ആയത് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെയുള്ളതാണ്. അതാണ് സോൺ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് എന്നാണ് പറയുക. ഇനി നമ്മൾ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ കോൺ ഓഫ് ഡിപ്രഷന്റെ ബേസിനെയാണ് നമ്മൾ പറയുന്നത് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ സർക്കിളിന്റെ റേഡിയസിനെ നമ്മൾ പറയുന്നതാണ് റേഡിയസ് ഓഫ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് ഡ്രോ ഡൗൺ. എന്താണ് ഡ്രോ ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോ ഡൗൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വെല്ലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒറിജിനൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എച്ച് ആണെങ്കിൽ അതിന്റെ ഒറിജിനൽ ഹെഡ് നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, അതിന്റെ ഒറിജിനൽ ഹെഡ് റെഡ്യൂസ് ചെയ്തിട്ട് ഒറിജിനൽ ഹെഡ് എച്ച് ആണെന്ന് വിചാരിക്കുക, അതിന്റെ ഹെഡ് റെഡ്യൂസ് ചെയ്തിട്ട് സ്മോൾ എച്ച് എന്നാവും. ഓക്കെ, അപ്പം സ്മോൾ എച്ച് എന്നാവും. ആ ഹെഡിനെയാണ് നമ്മൾ പറയാ ഡിപ്രഷൻ ഹെഡ് അല്ലെങ്കിൽ ഡ്രോ ഡൗൺ ഹെഡ് അല്ലെങ്കിൽ പെർക്കുലേഷൻ ഹെഡ് എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒറിജിനൽ ഹെഡ്, അത്രയോ ഹെഡ് വെള്ളം ഉണ്ടായിരുന്നു, അത് നമ്മൾ ക്യാപിറ്റൽ എച്ച് ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇത് വെള്ളം വലിച്ചു കഴിയുമ്പോൾ അതിന്റെ ഹെഡ് കുറയുകയും അത് സ്മോൾ എച്ച് ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും, വാട്ടർ എൻട്രി ഇൻ ടു വെൽ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ്, അതെന്താ പറയാ, അപ്പൊ എത്ര, ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് എന്ന് പറയും അല്ലെ. ആ ഹെഡിനെയാണ് നമ്മൾ പറയുന്ന ഹെഡ് ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഹെഡ് എന്നോ പെർക്കുലേഷൻ ഹെഡ് എന്നോ ഡ്രോ ഡൗൺ ഹെഡ് എന്നോ നമ്മൾ പറയണത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഇനിയിപ്പോ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. അത് ഇത് നമ്മുടെ എന്താ, ഈൽഡ് ഓഫ് ആൻ ഓപ്പൺ വെൽ. പിന്നെ ഒരു കാര്യം പറയാനുള്ള, നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് വെൽസ് ഉണ്ട് കേട്ടോ. അതൊന്നും ഇതിനകത്ത് ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അത് പല ടൈപ്സ് ഉണ്ട്. ക്യാവിറ്റി വെൽസ്, അങ്ങനെ സ്ട്രെയിനർ ട്യൂബ് വെല്ലുണ്ട്, ക്യാവിറ്റി വെല്ലുണ്ട്, സ്ലോട്ടഡ് വെല്ലുണ്ട്, അങ്ങനെ കുറച്ച് വെൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ക്ലാസ്സും കൂടെ കിട്ടിയാലാണ് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഈൽഡ് ഓഫ് ആൻ ഓപ്പൺ വെല്ലും കൂടെ പഠിക്കാനുണ്ട്. ഈൽഡ് ഓഫ് എ വെല്ല്, അതും പിന്നെ ടൈപ്സ് ഓഫ് വെൽസും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോണം.
എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ബാക്കിയത്തെ ഓൾമോസ്റ്റ് ഇത് ചെയ്തു. അപ്പൊ ഒരു ക്ലാസ്സും കൂടെ നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാം. അപ്പൊ ഇനി ആ yield of an open well പഠിക്കാനുണ്ട് ട്ടോ. ഓക്കെ, ഇപ്പൊ നാളെ സാദിക് സാറിന്റെ ക്ലാസ് ആണെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും സമയം ഒരു ടൈം പറയാന്നാണ് കിരൺ മിസ് പറഞ്ഞത്. അന്നേരം ആ yield നമുക്ക് പഠിക്കാം. ഓക്കെ, കേട്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ മിസ്. ആ ഓക്കെ, താങ്ക് യു. ഇന്നത്തേക്ക് നിർത്തുകയാണ്. ഇനിയിപ്പോ നമുക്ക് yield അപ്പൊ നമുക്ക് ഒരു ക്ലാസ്സും കൂടെ മാം മിസ് തരാന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. അന്നേരത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് തീർക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.